ഒരുത്തരെയും വെറുതെ വിടില്ല എന്ന് അന്ന് ഇ ഡി പറഞ്ഞപ്പോൾ ഇത്രയും കൊണ്ടെത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല. എം വി ഗോവിന്ദനും ബ്രിട്ടാസിനും കുരുക്ക് മുറുകുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ പോലീസുമായി സഹകരിക്കാൻ CPM തീരുമാനം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയ പശ്ചാത്തലത്തിൽ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് വിശദമായ നിയമോപദേശം തേടിയ ശേഷം പോലീസിന് മുന്നിലെത്താനാണ് മുതിർന്ന നേതാക്കളുടെ നീക്കം. അന്വേഷണം നിയമപരമായി നേരിടാനാണ് പാർട്ടി നേതൃത്വം തത്വത്തിൽ ധാരണയായിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയി MLA, രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്, ബിനീഷ് കോടിയേരി എന്നിവർക്കാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ആക്രമണ സംഭവം നടന്ന ദിവസം ക്ലിഫ് ഹൗസ് പരിസരത്ത് ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതിന് പിന്നാലെയാണ് മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരിലേക്കും നോട്ടീസ് നടപടികൾ നീളുമെന്ന വിവരം വന്നത്. അന്വേഷണ നടപടികളിൽ നിന്ന് ഒളിച്ചോടില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് CPM മുന്നോട്ട് വെക്കുന്നത്. അനാവശ്യമായി വിവാദങ്ങൾ സൃഷ്ടിക്കാതെ നിയമപരമായ വഴിയിലൂടെ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാണ് തീരുമാനം. നോട്ടീസ് ലഭിച്ച നേതാക്കൾ ഏതു വിധത്തിലാണ് പോലീസിന് മുന്നിൽ ഹാജരാകേണ്ടതെന്ന കാര്യത്തിൽ വിദഗ്ധ നിയമോപദേശം ലഭിച്ച ശേഷമായിരിക്കും തീയതികൾ നിശ്ചയിക്കുക. അതിനിടെ കേസിന്റെ അന്വേഷണം അതീവ നിർണായകമായ രണ്ടാം ഘട്ടത്തിലേക്ക് കടത്തിവിട്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തതിനേക്കാൾ ഉപരി സംഭവത്തിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് പോലീസിന്റെ പ്രധാന ശ്രദ്ധ. ഇതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യപ്പെടുന്ന നേതാക്കളുടെ സംഭവ ദിവസം ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിക്കാൻ പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. നിയമപരമായി ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുന്ന വ്യക്തികളുടെ ഫോൺ രേഖകൾ നിരീക്ഷിക്കുന്നതിനും ശേഖരിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങൾ നൽകുന്നുണ്ട്. സംഭവ സമയത്ത് വസതിക്ക് മുന്നിൽ ഉണ്ടായിരുന്ന നേതാക്കളും ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തതായി ആരോപിക്കപ്പെടുന്നുണ്ട്. പ്രതികളും തമ്മിൽ ഫോണിലൂടെ ആശയവിനിമയം നടത്തിയിരുന്നോ എന്നാണ് പ്രധാനമായും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. പ്രത്യേകിച്ച് അന്നേ ദിവസം സംഭവ സ്ഥലത്ത് സജീവമായി ഉണ്ടായിരുന്ന ബിനീഷ് കോടിയേരിയെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പരിശോധനകൾ വേഗത്തിലാകുന്നത്. ബിനീഷ് നേരിട്ട് ആക്രമണത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും കേസിൽ അറസ്റ്റിലായ 25 പ്രതികളുമായി ബിനീഷിന് സംഭവ ദിവസം ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം ഉണ്ടായിരുന്നോ എന്നാണ് അന്വേഷണ സംഘം ആരായുന്നത്. പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പരിശോധന നടക്കുന്നത്. മെയ് 27-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ED സംഘം പിണറായി വിജയന്റെ വസതിയിലെത്തി 8 മണിക്കൂറോളം പരിശോധന നടത്തിയത്. പരിശോധന കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രതികൾ തടഞ്ഞു നിർത്തുകയും കല്ലും മരങ്ങളും ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു. മാത്രവുമല്ല, കേസിൽ പിടിയിലായ CPM, DYFI, SFI പ്രവർത്തകരായ 25 പ്രതികളിൽ IP ബിനു ഉൾപ്പെടെയുള്ള 21 പേർക്കും അടുത്തിടെ കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. 68 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് കർശന ഉപാധികളോടെ ഇവർക്ക് ജാമ്യം ലഭിച്ചത്. പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ജാമ്യത്തിൽ ഇറങ്ങിയതോടെയാണ് സംഭവത്തിന്റെ അണിയറ കഥകളിലേക്ക് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ആക്രമണം യാദൃച്ഛികമായി സംഭവിച്ചതോ അതോ രാഷ്ട്രീയ പ്രേരണയാൽ സംഘടിപ്പിച്ചതാണോ എന്ന് കണ്ടെത്താനാണ് മ്യൂസിയം ഇൻസ്പെക്ടറുടെ കൺട്രോൾമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമിക്കുന്നത്. സംഭവ ദിവസം വീഡിയോ ദൃശ്യങ്ങളും മാധ്യമ വാർത്തകളും ഫോൺ രേഖകളും തമ്മിൽ തട്ടിച്ചു നോക്കുന്ന പ്രവൃത്തികൾ കൺട്രോൾമെന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. അതേസമയം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരിനെ വലിപ്പിച്ചു കെട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണമെന്ന വിലയിരുത്തലും പാർട്ടി വൃത്തങ്ങളിലുണ്ട്. എന്നിരുന്നാലും അന്വേഷണ ഏജൻസിയോട് പൂർണ്ണമായും സഹകരിച്ച് നിയമ പോരാട്ടം നടത്താനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. നേതാക്കളുടെ ചോദ്യം ചെയ്യലും ഫോൺ രേഖ പരിശോധനയും പൂർത്തിയാക്കുന്നതോടുകൂടി കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ബിനീഷ് കോടിയേരിയും MV ഗോവിന്ദനും ബ്രിട്ടാസും ഒക്കെ തന്നെ അന്ന് ഈ സംഭവം നടന്ന ദിവസം പ്രതികരിച്ച ആ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം. യഥാർത്ഥത്തില് തീയിൽ കുരുത്ത് അഗ്നിബാധയിലൂടെ മുന്നേറിയ ഒരു നേതാവാണ്. ഇതുപോലുള്ള ഒരുപാട് വേട്ടയാടലുകൾ കോൺഗ്രസും BJPയും അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തെ മർദ്ദിച്ച് ഇഞ്ചപ്പരുവത്തിലാക്കി അവിടെ നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത്. അതുപോലെ തന്നെ കേരളത്തിലെ CPM-നെ നയിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ വേട്ടയാടി. അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിക്കാത്ത കഥകളില്ല. CBI കേസ് കൊണ്ട് അദ്ദേഹത്തിനെ വേട്ടയാടാൻ ശ്രമിച്ചു. എല്ലാ കോടതികളും ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ ലാവലിംഗ് കേസിന്റെ ഒരു ദൃഷ്ടാന്തം കൂടി നമ്മൾ ഓർക്കുന്ന നന്നായിരിക്കും. ഇപ്പോൾ നടക്കുന്ന ഈ വേട്ടയാടല് എന്ന് പറയുന്നത് പിണറായി വിജയനെയോ CPM-നെയോ തളർത്താൻ വേണ്ടിയാണെങ്കിൽ അത് കോൺഗ്രസിന്റെയും BJPയുടെയും വ്യാമോഹം മാത്രമാണ്. എല്ലാ ഇച്ഛാശക്തിയോടുകൂടിയും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായ ഇടതുപക്ഷവും ശക്തിയുക്തം ഇതിനെ പ്രതിരോധിക്കും, ജനങ്ങളെ അണിനിരത്തും. ഇമാതിരി കള്ളക്കളികൾ
മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ റെയ്ഡിന്റെ പിന്നിലുള്ള യഥാർത്ഥ യജമാനന്മാരായ കോൺഗ്രസും BJPയും മനസ്സിലാക്കുന്നത്. 1,70,70,00,000 രൂപ ബാങ്കിലൂടെ നീതമായ മാർഗത്തിലൂടെ നികുതി അടച്ച് ഒരു ബിസിനസിന്റെ ഭാഗമായി വാങ്ങിയതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. എത്ര ഏജൻസികളാണ് അന്വേഷിക്കുന്നത്? ഇൻകം ടാക്സ് മുതൽ SFIO മുതൽ രജിസ്ട്രാർ മുതൽ ED മുതൽ 4 ഏജൻസികൾ. എനിക്കൊരൊറ്റ അഭ്യർത്ഥനയുള്ളൂ, ഇവരെന്തുകൊണ്ട് ഇനി FBI-യെയും മൊസാദിനെയും ഒക്കെ രംഗത്തിറക്കി കൂടാ ഈ വീണ വിജയനെതിരെ? യഥാർത്ഥത്തില് ഈ CMRL-ന്റെ സാക്ഷിമൊഴി വന്നപ്പോൾ, അവരുടെ രേഖകൾ വന്നപ്പോൾ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ലിക്വിഡ് ക്യാഷ് മേടിച്ച 2 പേർ ഇന്ന് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് കണക്കിൽപ്പെടാത്ത പണം വാങ്ങിയെന്ന് CMRL വ്യക്തമാക്കിയ 2 പേരല്ലേ? ഒരു ചെറുവിരൽ ഈ ED-യോ ഇൻകം ടാക്സോ അവർക്കെതിരെ അനക്കിയോ? യഥാർത്ഥത്തിൽ ആദ്യം, അതായത് ഇന്ത്യയില് ക്യാഷ് കൊടുക്കുന്നതിനൊരു കണക്കുണ്ട്. ഇത്ര രൂപയെ കൊടുക്കാൻ പാടുള്ളൂ. 20,000 രൂപയ്ക്ക് മേലുണ്ടെങ്കിൽ അത് രേഖാമൂലമായിരിക്കണം. നോക്കുക, 15 ലക്ഷം 20 ലക്ഷം വാങ്ങിയെന്ന് വാങ്ങിയവർ സമ്മതിക്കുന്നു, കൊടുത്തവർ സമ്മതിക്കുന്നു. എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? അതേസമയം നീതമായ നിയമാനുസൃതമായിട്ടുള്ള ഒരു ബിസിനസിന്റെ ഭാഗമായി നികുതി അടച്ചു വാങ്ങിയെന്ന് ആ മഹിള, ആ വനിത ചെറുപ്പക്കാരി പറഞ്ഞു. അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത്?